എന്ത് തെറ്റ് ചെയ്യുമ്പോഴും എവിടുന്നെങ്കിലും ഒരു പ്രഭാഷണമോ പ്രസംഗമോ കേട്ട് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചൊക്കെ ഇതിന് കേട്ടാൽ മനസ്സിങ്ങനെ അനീറും. പടച്ചോനെ, ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ ആളായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്കിത് പറ്റണില്ലല്ലോ, ഞാൻ ചെയ്യണില്ലല്ലോ, ഞാനിപ്പോൾ എന്താ കാട്ടുക? ഇതന്നെ മനസ്സിൽ ആലോചിച്ചിട്ടാണ്. ഈ കുറ്റബോധത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ഇയാൾ കരകയറണില്ല. കാരണം ഇത് പൂർണ്ണ ബോധം, ഞാൻ മരിച്ചാൽ എന്താ കാട്ടുക, പടച്ചോൻ പുറത്തുനിന്നില്ലെങ്കിൽ എന്താ കാട്ടുക, ഇതിങ്ങനെ ചിന്തിച്ച് പോവാണ്. അതിനൊരു വേറൊരു പ്രത്യേകതയും കൂടി ഞാൻ കാണുന്നുണ്ട്. അതായത് ജീവിതത്തിൻ്റെ മനസ്സിൽ ഏറ്റവും അധികം ഓർമ്മ നിൽക്കുന്ന കാര്യം ഏതാണെന്ന് നിങ്ങൾ? സന്തോഷ ദിനങ്ങളല്ല. ഏറ്റവും അധികം ഓർമ്മ നിൽക്കുന്നത് തെറ്റുകൾ ചെയ്ത സന്ദർഭങ്ങളാണ്. നിങ്ങൾ വേണമെങ്കിൽ വെറുതെ ഒന്ന് ഇരിക്കുമ്പോൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ചെയ്ത മാരകമായ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അതേ സന്ദർഭങ്ങളെ മനസ്സിൽ ഒരു പിക്ചർ പോലെ, ഒരു വീഡിയോ പോലെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും മറന്നു പോകില്ല. അതുകൊണ്ട് ഈ തെറ്റുകളെല്ലാം നമ്മളെ ജീവിതകാലം മുഴുവൻ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് കേൾക്കാം, ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മരിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. കംപ്ലീറ്റ് ലൈഫ് സെക്കൻഡുകളെ കൊണ്ട് നമ്മുടെ മുന്നിലൂടെ എന്ത് ചെയ്യും, മിന്നി മറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒക്കെ ഈ തെറ്റിൻ്റെ രംഗങ്ങൾ വരും. അതൊക്കെ ഓരോന്നും മനസ്സിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെട്ടു പോവില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ അത് ഒരു തീരുമാനം എടുക്കുക. ഒന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം ഇതൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വഴിക്ക് പോവുക, വലിയ നഷ്ടം ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഉൾക്കൊണ്ടത് പോലെ ജീവിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുക. എന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ ഒരു കുറ്റബോധവുമില്ലാതെ ഉറങ്ങാനും മരിക്കുമ്പോൾ ഒരു കുറ്റബോധമില്ലാതെ മരിക്കാനും തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ സജ്ജമാക്കുക.